സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് പത്രോസ് ജയിലിൽ നിന്ന് മോചിതനായത് അല്ലേ? പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. ആദിമ സഭ മതപീഡനങ്ങളെ നേരിട്ടത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. മനസ്സിലായോ? ആദിമസഭ മതപീഡനങ്ങളെ നേരിട്ടത് എങ്ങനെയായിരുന്നു? പ്രാർത്ഥനയിലൂടെയായിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും കാണുന്ന ഒരു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പ്ലക്കാർഡുകളും പിന്നെ എന്താണ് അല്ലേ, ബാനറുകളും ഒരു പ്രകടനമാണ്. മനസ്സിലായോ? എന്താണ്? പിന്നെ ഇവിടെ എറണാകുളത്താണെങ്കിൽ നമ്മുടെ ഹൈക്കോടതി, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ ഹൈക്കോടതിയുടെ മുമ്പിൽ തന്നെ വഞ്ചി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സമ്മേളന, ഒരു ചെറിയൊരു പ്രസംഗ ഒരു അല്ലേ, ഒരു ചെറിയ ഇത് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. വഞ്ചി സ്ക്വയർ പോലെ അല്ലേ, ഒരു വഞ്ചി ഇതുപോലെയാണ് രൂപത്തിലാണ്.